ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാവൽ ബൈറ്റ് വിത്ത് അഞ്ജു. ഇന്ന് നമ്മൾ ഒരു അടിപൊളി എലിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോണേ. മത്തങ്ങയും പയറും വെച്ചിട്ടുള്ള എലിശ്ശേരിയാണ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൊടുക്കും വേണം. അപ്പോൾ നമുക്ക് അടിപൊളി എലിശ്ശേരി ഉണ്ടാക്കണേ എങ്ങനെയാണെന്ന് നോക്കാം. എലിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഉണക്കപ്പയറാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 1.5 കപ്പ് ഉണക്കപ്പയറാണ്. ഇതൊരു കുറച്ച് നേരം വെള്ളത്തിലിട്ട് നന്നായിട്ട് നമ്മൾ ഒന്ന് കഴുകി ഒരു 2 മിനിറ്റ് വെള്ളത്തിലിട്ടതാണ്. ഇത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. മത്തങ്ങ അതായത് ഇതുപോലെ ഇത്രയും വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് നന്നായി തൊലിയൊക്കെ കളഞ്ഞ് നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മത്തങ്ങയും പയർ എലിശ്ശേരിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ മത്തങ്ങ നന്നായി വൃത്തിയാക്കി നമ്മുടെ പയർ വേവുന്ന നേരത്ത് ഇതൊരു 1 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂണോളം ജീരകം, നല്ല ജീരകമാണ്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ചതച്ചെടുക്കണം മിക്സിയിൽ കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കണം. അത്ര ഭയങ്കരമായിട്ട് അരയ്ക്കണ്ട കേട്ടോ. അത് കണ്ടോ, ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ട് വേണം നമുക്കിത് അരയ്ക്കാൻ കേട്ടോ. ഒരു 1/2 കപ്പ് നാളികേരമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിനി ഒന്ന് വറുത്തെടുക്കണം, നല്ല ചോക്കനെ വറുത്തെടുക്കണം. ഇതാ അപ്പോൾ നമ്മുടെ 2.5 കപ്പ് വെള്ളം വെച്ചിട്ടാണ് പയർ വേവിച്ചിട്ടുള്ളത്. 2 വിസിലടിപ്പിച്ചു. ഇപ്പോഴത്തെ പയർ നന്നായിട്ട് വെന്ത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുള്ള മത്തങ്ങ, നമുക്ക് മത്തങ്ങയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കണം. അപ്പോൾ പയർ വേവിക്കുമ്പോൾ ഉപ്പ് ഇടാത്തവരാണെങ്കിൽ ഇപ്പം ഇട്ടാലും മതി കേട്ടോ. ഒരു കപ്പ് വെള്ളം കൂടി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. 1 തണ്ട് കറിവേപ്പില കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒന്നൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് കുക്കറിൽ വിസിൽ വരുന്ന നേരം കൊണ്ട് നമുക്ക് ചീനച്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ കടുകും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. കടുകും മുളകൊന്നും പൊട്ടണ വരെ വെയിറ്റ് ചെയ്യണം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1/2 കപ്പ് നാളികേരം ചിരകിയതും ഒരു തണ്ട് വേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇനി നാളികേരം ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. ചോക്കനെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. നമ്മുടെ കുക്കർ തുറന്നു, ആവിയൊക്കെ പോയിട്ടുണ്ട്. നന്നായിട്ട് നമ്മുടെ മത്തങ്ങ വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നാളികേരം, ജീരകം, വെളുത്തുള്ളിയും കൂടി അരച്ചത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു, നാളികേരമൊക്കെ എല്ലാ ഭാഗത്തേക്കും. എന്നിട്ട് വീണ്ടും നമ്മളിത് അടുപ്പത്ത് വെക്കണം. ഇതൊരു തള വരണ വരെ നമ്മളൊന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കണം. ഈ സമയത്ത് നമുക്ക് വെള്ളം കുറവാണ്, അത് തന്നെ ചാറ് കുറവാണ് തോന്നുകയാണെങ്കിൽ നമ്മൾ നാളികേരം ഒഴിച്ചതിൽ അത് കഴുകിയിട്ട് ആ വെള്ളം കൂടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി നമുക്കിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കണം. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇപ്പം തള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ആ ഫ്ലെയിം ഓഫ് ചെയ്തു. നമ്മുടെ അടിപൊളി
മത്തങ്ങ പയർ എലിശ്ശേരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ എളുപ്പമാണ് അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? വളരെ എളുപ്പമാണ്. അടിപൊളി മത്തങ്ങ പയർ എലിശ്ശേരി ഇവിടെ തയ്യാറായി കഴിഞ്ഞ് വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചാറ് കൂട്ടാനാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഇത് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല രുചിയാണ്. എലിശ്ശേരി ഇഷ്ടമില്ലാത്തവരാരാണല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്